ഈ ഒരു പേര് കേൾക്കുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും ജസ്റ്റ് ഒന്ന് വിചാരിക്കും അതൊരു സാധാരണ പാറയാണ്. നമ്മുടെ ചാനലിൽ തന്നെ മുമ്പ് വന്നിട്ടുള്ള വീഡിയോകൾ കണക്കുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു ലൊക്കേഷൻ ആയിരിക്കും എന്ന് കരുതാം. പക്ഷെ ഒരിക്കലുമല്ല. തിരുവനന്തപുരത്ത് തന്നെ വൺ ഓഫ് ദ പ്രൈം ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ് ഈ ഒരു മടവൂർ പാറ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ മടവൂർ പാറയിൽ എന്ത് കാണാനുണ്ട് എന്ന് ചോദിക്കുന്നവരോട് ഒരുപാട് സംഭവങ്ങളുണ്ട്. 8ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു റോക്ക് കട്ട് കേവ് ടെമ്പിൾ ഉണ്ട്. അതൊരു എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗുഹാക്ഷേത്രമല്ല, പാറയിൽ കട്ട് ചെയ്തെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് തുടക്കത്തിലൊരു ബുദ്ധിസ്റ്റ് മോങ്ക് പണി കഴിപ്പിച്ചു എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന ഒരു റോക്ക് കട്ട് ടെമ്പിൾ ആണ്. അവിടെ ഇപ്പം ലോർഡ് ശിവയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു മടവൂർ പാറയിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, ഈ ഒരു പാറയുടെ മുകളിലേക്ക് പോകാനായിട്ട് ബാംബു ബ്രിഡ്ജ് ഉണ്ട്. ഏകദേശം 100 മീറ്ററോളം ദൂരത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ബാംബു ബ്രിഡ്ജാണ്. ആംഫി തിയേറ്റർ ഉണ്ട്, പിന്നെ കഫറ്റേരിയാസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് നവീന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഈ ഒരു മടവൂർ പാറയും അതിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ടൂറിസം പ്രവർത്തനങ്ങളൊക്കെ. നമ്മുടെ കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഒരു മോൺമെന്റ് ആണ് ഈ ഒരു എൻറ്റയർ ഏരിയ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ചെങ്കോട്ടുകോണം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ആക്ച്വലായിട്ട് ഈ ഒരു ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പം തിരുവനന്തപുരത്തുകാർക്കൊക്കെ ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് തീർച്ചയായും പോയി കാണാവുന്ന ഒരു ലൊക്കേഷനാണ് ഈ ഒരു മടവൂർ പാറയും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു ടൂറിസം പ്രവർത്തനങ്ങളും ഒക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു മടവൂർ പാറയും ഈ ഒരു റോക്ക് കട്ട് ടെമ്പിളും അതോടൊപ്പം ഉള്ള ഈ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ട്രിയോ ട്രാവലറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിപ്പോ ആറ്റിങ്ങലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ NH 66 പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഈ ചെങ്കോട്ടുകോണം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാർക്കൊക്കെ വളരെ പരിചിതമായ ഒരു പ്ലേസ് ആണ്. അപ്പൊ ഈ ഒരു മടവൂർ പാറ എന്ന് പറയുന്നത് തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരുന്നവർക്ക് കഴക്കൂട്ടത്ത് നിന്ന് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാവുന്ന ഒരു ലൊക്കേഷൻ ആണ്. ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ NH 66 നിന്നോ അതല്ല എന്നുണ്ടെങ്കിൽ MC റോഡിൽ നിന്നോ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ എന്തായാലും അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റോഡിൽ അത്യാവശ്യം കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു NH 66 ഞാനിപ്പം പാരിപ്പള്ളിയിൽ നിന്ന് വന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടാറിങ് ഒക്കെ ചെയ്തിട്ടേക്കാണ്. ആറ്റിങ്ങിൽ മാത്രമേ ഉള്ളൂ റോഡ് വൈഡനിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് സ്ഥലം ടാറിങ് പെൻഡിങ് ഉള്ളത്, സ്ഥലമെടുപ്പിന്റെ വിഷയവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ട്. ബാക്കിയെല്ലാം നല്ല റബ്ബറൈസ്ഡായിട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ടിരിക്കുകയാണ്. ഈ ഒരു ലോക്ക്ഡൌൺ ഒക്കെ ആയ ഒരു സമയത്ത് റോഡിലെ ടാറിങ്ങും പരിപാടികളൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ട്രാഫിക്കും ഉണ്ട്. അപ്പൊ ഞാനിപ്പോ എന്തായാലും മംഗലപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ എനിക്ക് ഈ പാരിപ്പള്ളി സൈഡിൽ നിന്ന് വരുന്നത് കൊണ്ട് ഈ ഒരു മംഗലപുരം എന്ന് പറയുന്ന അവിടെ നിന്നും ലെഫ്റ്റ് കയറിയിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മളുടെ മടവൂർ പാറയുടെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് മടവൂർ ടെമ്പിൾ, നമ്മുടെ റോക്ക് കട്ട് അതായത് ഗുഹാക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഒഴിഞ്ഞേരിയ ഏരിയയാണ്. കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവിടെ എന്തൊക്കെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഈ ഒരു മടവൂർ പാറയിൽ ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റോഡ് അപ്പുറത്തൂടെ കറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്തൊക്കെ എത്താം. അപ്പോൾ നമുക്ക് എന്തായാലും ടെമ്പിളിലോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും സംഭവങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ അമ്പലത്തിലേക്ക് കയറി പോകാനായിട്ട് കുറച്ചധികം സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മൊത്തം നമ്മൾ നടന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ അടുത്തെത്തും. അതുപോലെ തന്നെ ഈ ഒരു ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ കേവ് അല്ല, പാറയിൽ കട്ട് ചെയ്തെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോക്ക് കട്ട് ടെമ്പിളാണ്. അതായത് പാറ കട്ട് ചെയ്തെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു ടെമ്പിളാണ് ഈ ഒരു ക്ഷേത്രം. ആദ്യം ഇവിടെ ബുദ്ധപ്രതിമയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. കറൻ്റ്ലി ഇവിടെ ശിവൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. ഇവിടെ പാറയിലൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നീട് കുറച്ചധികം കോൺക്രീറ്റ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ്. ഈ സ്റ്റെപ്പ് നേരെ കയറി ചെല്ലുന്നത് അമ്പലത്തിലേക്കാണ്.
നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്. ആ റോഡിൽ വണ്ടി ഇട്ടിട്ട് നമ്മൾ ആ സ്റ്റെപ്പ് കയറി വന്നു. അതിനുശേഷം ഇവിടെ മുകളിലേക്ക് കയറാനായിട്ട് കുറച്ച് കല്ലിൽ തന്നെ കൊത്തി വെച്ചിട്ടുള്ള സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പ് ഇങ്ങോട്ട് ജസ്റ്റ് കയറി വരുമ്പോൾ തന്നെയായിട്ട് നമുക്കിവിടെ ഈ ഒരു ടെമ്പിൾ കാണാം. അപ്പോൾ ഈ ഒരു പാറ ഫുള്ള് കൊത്തി എടുത്തിട്ടാണ് അതിനകത്തേക്ക് അവർ ഈ ഒരു ടെമ്പിൾ പണിഞ്ഞിരിക്കുന്നത്. കൊള്ളാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാറയുടെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു അമ്പലം കൊറോണയുടെ ഇതൊക്കെ ആയിട്ട് അടച്ചിട്ടൊന്നുമില്ലായിരുന്നു. സമയത്തിൽ കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ചോദിച്ചപ്പോഴത്തേക്ക് അറിഞ്ഞത്. കറൻ്റ്ലി ഈ ഒരു മടവൂർ പാറ ടെമ്പിളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ടൂറിസവും ഒക്കെ ഓപ്പണാണ്. പക്ഷേ അധികം ആൾക്കാരും ഒന്നുമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു റോക്കറ്റ് ടെമ്പിൾ എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു കല്ലിലുള്ള ഈ ഒരു സ്റ്റെപ്പിൽ കൂടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കയറി വരാം. ഇൻ കേസ് പ്രയാസം തോന്നുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു കൈവരിയുണ്ട്. പാറയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അമ്പലത്തിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടും. അപ്പോൾ ഈ കണ്ടതാണ് ഈ ഒരു മടവൂർ പാറയിലെ റോക്ക് ടെമ്പിൾ എന്ന് പറയുന്ന സംഭവം. നല്ലൊരു ടെമ്പിളാണ്, നല്ലൊരു വൈബ് ഉണ്ട് ആക്ച്വലി. കയറി വന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് നല്ലൊരു ഫീലുണ്ട് ആക്ച്വലി. ആളും തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അമ്പലത്തിൽ ആ ഒരു സഹായിക്കുന്ന ഒരാളും പിന്നെ പൂജ ചെയ്യുന്ന ഒരാളും മാത്രമേ അവിടെയുള്ളൂ. ഉത്സവവും പരിപാടികളൊക്കെ നടക്കുന്നതാണ്, പൂജയും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് നടക്കുന്നൊരു ടെമ്പിളാണ് സംഭവം എന്തായാലും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നും അപ്പുറത്തെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോകണം. അത് ഇതുവഴി കറങ്ങി അങ്ങ് അപ്പുറത്തെ സൈഡ് പോകണം. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശ്വസിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഈ മടവൂർ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ആ പാറയുടെ സൈഡിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ചിൽഡ്രൻസ് പാർക്കിലോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ അവരുടെ കറക്റ്റ് എൻട്രൻസും കാര്യങ്ങളൊക്കെ ആ ഒരു റോഡ് നമ്മൾ ഇപ്പുറത്തോടെ വന്ന് കറങ്ങി കയറുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഒരു എക്സാക്ട് എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിൽ നിന്ന് നേരെ വണ്ടി എടുത്ത് ആ ഒരു റോഡിൽ കയറിയിട്ട് ഈ ഒരു ചിൽഡ്രൻസ് പാർക്കിന്റെ, അതായത് മടവൂർ പാറ ടൂറിസം കേന്ദ്രത്തിന്റെയും ആ ഒരു ചിൽഡ്രൻസ് പാർക്കിന്റെയൊക്കെ എക്സാക്ട് എൻട്രൻസിന്റെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. റോഡ് നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. വണ്ടിയൊക്കെ പോകുന്ന നല്ല സ്മൂത്ത് റോഡാണ്. അപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ ആ ഒരു മടവൂർ പാറയുടെ ആ ഒരു ചിൽഡ്രൻസ് പാർക്കിൻ്റെ ആ ഒരു സംഭവത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ ചെറിയൊരു റോഡാണ്. റോഡിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് വണ്ടിയൊക്കെ ഇടാൻ പറ്റും. ഇവിടെ അത്യാവശ്യം കാറും എൻ്റെ വണ്ടിയൊക്കെ കിടക്കുന്നു, കുറച്ചധികം ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് നേരെ അകത്തോട്ട് പോകണം. ഇതാണ് മടവൂർ പാറയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് മടവൂർ പാറ സംരക്ഷിത സ്മാരകമാണ്. അപ്പോൾ ഇതൊരു പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു മടവൂർ പാറയും അതുമായിട്ട് ചേർന്നിട്ടുള്ള ചിൽഡ്രൻസും പാർക്കും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി നോക്കാം. ഇപ്പോൾ മടവൂർ പാറയിലേക്ക് കയറി വരുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് ദേ ഈ കാണുന്നതാണ്. നല്ലൊരു വ്യൂ ഉണ്ട്. കഴക്കൂട്ടം സൈഡിലൊക്കെയുള്ള ഒരുപാട് ബഹുനില മന്ദിരങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് റിനോവേഷൻസ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു മടവൂർ പാറ എന്നറിയപ്പെടുന്നത്. ആ കാണുന്നത് ഒരു ആംഫി തിയേറ്ററാണ്. ഓപ്പൺ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ നടന്നിരുന്നൊരു സ്ഥലമായിരുന്നു അത്. പക്ഷേ ഇപ്പം കൊറോണയൊക്കെ കാരണം അതൊന്നും നടന്നില്ല. ആ കാണുന്നതൊരു ഗംഗാതീർത്ഥമാണ്. നമ്മുടെ മടവൂർ ആ ഒരു ടെമ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുളമാണത്. അതുപോലെ തന്നെ ഇവിടെ വരുന്നവരാരും തന്നെ ഈ പാറയിൽ എഴുതരുത് എന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പാറയിൽ എഴുതാനായിട്ട് നിൽക്കരുത് ആരും ഇവിടെ വരുന്നവർ. പിന്നീട് തന്നെ ബാംബു കോട്ടേജുകളുണ്ട്, ഒരുപാടധികം റിക്രിയേഷൻ സെൻറ്ററുകളുണ്ട്, ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ളൊരു സ്ഥലമാണ് ഈ ഒരു പാറ എന്നറിയപ്പെടുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷയ്ക്കും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സെക്യൂരിറ്റി ക്യാമറകളും മറ്റുമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു കഫറ്റേരിയ ആയിരുന്നു, പക്ഷേ ഇപ്പം കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇത് ക്ലോസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. കറൻ്റ് ഇത് പ്രവർത്തനമല്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പം കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അടുത്താണ് ഈ ഒരു ലൊക്കേഷൻ ഓപ്പൺ ആയത്. സോ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ കഫറ്റേരിയമൊക്കെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേ സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, പാറയിൽ എഴുതരുത്, താഴോട്ട് പോകരുത് എന്നൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ കർശനമായി പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. പിന്നീട് ആ കാണുന്നത് ഒരു ബാംബു ബ്രിഡ്ജാണ്. ബാംബു ബ്രിഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പാറയുടെ മുകളിലേക്ക് പോകാൻ കഴിയുന്ന ഒരു ബ്രിഡ്ജാണ് ആ സംഭവം. അത് ഏകദേശം 100 മീറ്റർ നീളത്തിലാണ് ആ ഒരു ബാംബു ബ്രിഡ്ജ് അവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. എന്നാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ നല്ല രീതിയിൽ കല്ലൊക്കെ പാകി സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടിട്ട് റീക്രിയേഷൻ സെൻറ്ററുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. സൈഡിലൊക്കെ നല്ല രീതിയിൽ ചെടിയൊക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പം വന്നിട്ട് ഒരുപാട് ഫോട്ടോസും ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു പ്ലേസാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അത്യാവശ്യം വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് നല്ല രീതിയിൽ കുറച്ച് സമയം സ്പെൻഡൊക്കെ ചെയ്ത് പോകാവുന്ന ഒരു അടിപൊളി സ്ഥലം. നമ്മുടെ തിരുവനന്തപുരത്തുകാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ നഗര തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്പോട്ടാണ് ഈ ഒരു മടവൂർ പാറയും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ക്ഷേത്രവും ഈ ഒരു ചിൽഡ്രൻസ് പാർക്കും ഈ ഒരു റിക്രിയേഷൻ സെൻറ്ററുകളും ഒക്കെ. അപ്പം നമുക്ക് എന്തായാലും ആ ഒരു ഗംഗാതീർത്ഥത്തിൻ്റെ അടുത്തേക്കൊന്ന് പോയി വരാം. തന്നെയല്ല ഇന്ന് തീരെ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് കുറച്ചധികം നേരം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ കഴിയും. പാറയുടെ ആ സൈഡിൽ നിന്ന് നമ്മളിങ്ങോട്ട് ഇറങ്ങി ഈ ഒരു റിക്രിയേഷൻ സെൻറ്ററുകൾ വഴിയൊക്കെ ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു സൈഡിൽ നമ്മുടെ ഗംഗാതീർത്ഥം എന്നാണ് ഇതിൻ്റെ പേര് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആ ടെമ്പിൾ എന്ന് പറയുന്നത് ആ ഒരു സൈഡിലാണ്. അപ്പോൾ മുൻപ് ഈ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ വരുന്നതിന് മുമ്പ് ആ ഒരു സൈഡിൽ കൂടെ നമുക്ക് കയറി വരാനായിട്ട് മരത്തിൽ കയറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ കൂടെ ആയിരുന്നു പണ്ട് ഈ ഒരു പാറയിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ചിൽഡ്രൻസ് സെൻറ്ററും ഈ ഒരു ടൂറിസം ഒക്കെ ഒരുപാട് പ്രൊമോഷൻ്റെ കാര്യമൊക്കെ ആയിട്ട് സെപ്പറേറ്റ് തന്നെ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു സംഭവം, എന്തായാലും കൊള്ളാം. നല്ലൊരു വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി പാറയുടെ ടോപ്പിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഇതാണ് ആ ഗംഗാതീർത്ഥം എന്നറിയപ്പെടുന്ന സ്ഥലം. ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പഴയ ഫോട്ടോകളിലൊക്കെ ഞാൻ ഗംഗാതീർത്ഥം എന്നൊരു പേര് ഞാനിത് കണ്ടിരുന്നു. ഒരു ചെറിയൊരു കുളം കണക്ക് കെട്ടിയിട്ടിരിക്കുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ കറൻ്റ്ലി ഇപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഉടനെ തന്നെ ഇതിൻ്റെ ഓഫീസും പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങും. ആ തുടങ്ങുന്ന സമയത്ത് ടിക്കറ്റും ബാക്കി കാര്യങ്ങളും എൻട്രി ഫീസും ഒക്കെ വരും. ഞാൻ ഈ സന്ദർശിക്കുന്ന ദിവസം എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല. കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡീറ്റെയിൽസും പേരും ഒക്കെ എഴുതിയെടുക്കും. വേറെ ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ സാനിറ്റൈസ് ചെയ്യണം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കാനുള്ളൂ. മാസ്ക് ധരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സുരക്ഷാ മുൻകരുതലുകളൊക്കെ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ വന്ന് കുറച്ചധികം നല്ല സമയം സ്പെൻഡ് ചെയ്ത് പോകാവുന്നൊരു സ്ഥലമാണ് ഈ ഒരു മടവൂർ പാറയും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ടൂറിസം കേന്ദ്രങ്ങളും ഒക്കെ. എല്ലാ സ്ഥലങ്ങളിലും സെക്യൂരിറ്റി ക്യാമറകളും ബാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിലേക്ക് നോ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടെമ്പിളിൻ്റെ ആ സൈഡിൽ നിന്ന് നമുക്ക് ഈ ഒരു സൈഡ് വഴി ഇങ്ങനെ പിടിച്ച് കയറി വരാവുന്ന ഒരു പഴയ വഴിയാണത്. പക്ഷേ ഇപ്പം അധികം ആൾക്കാരും അത് യൂസ് ചെയ്യാറില്ല. എല്ലാവരും മെയിൻ എൻട്രൻസിൽ വന്നിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നീ കണ്ടില്ല, ഇവിടെ ഈ ഒരു പോകുന്ന വഴികളുടെ സൈഡിലൊക്കെ ചെടികളും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ കറൻ്റ്ലി ഞാൻ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മടവൂർ പാറയിലുള്ള ആ ഒരു ബാംബു ബ്രിഡ്ജിലൂടെയാണ്. അതായത് താഴെ നിന്നും പാറയുടെ മുകളിലേക്ക് നമുക്ക് ഈസി ആയിട്ട് വരാം. ഈ ഒരു ബാംബു ബ്രിഡ്ജിലൂടെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പാറയുടെ ഏറ്റവും ടോപ്പിലെത്തും. നല്ലൊരു കൺസെപ്റ്റാണ്. എന്തായാലും ഒരുപാട് പാറകളിൽ പോയിട്ടുണ്ടെന്നെങ്കിലും ഈ ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ബാംബു ബ്രിഡ്ജാണ്. നമുക്ക് ഈസി ആയിട്ട് നടന്നു മുകളിൽ വരാം. ഈ ഒരു ബാംബു ബ്രിഡ്ജിന് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാറയുടെ ടോപ്പിലെത്തും. അപ്പോൾ ഇവിടെയും സെക്യൂരിറ്റി ക്യാമറയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കാനുള്ള സ്റ്റെപ്പുകളുണ്ട്. ഇവിടെ ചെറിയ വ്യൂ പോയിൻ്റ് കണക്ക് കെട്ടിയിട്ടിട്ടുണ്ട്. അടിപൊളി. അപ്പം നമുക്കിതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്കിവിടുന്ന് എന്താ പറയുക, ഇവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ കാണാതെ കണ്ട അടിപൊളി. അയ്യോ. അപ്പോൾ നമ്മുടെ കഴക്കൂട്ടത്തെയും ശ്രീകാര്യത്തെയൊക്കെ ബിൽഡിങ്ങുകളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. ഈ ഒരു സൈഡിലോട്ടൊക്കെ ദൂരെയായിട്ട് വലിയ വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം.
കഴക്കൂട്ടത്ത് നിന്ന് വളരെ ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ട് റോഡാണ്. അപ്പോൾ നമ്മളിത് താഴെ ആ ഒരു റോഡ് കണ്ടോ, ആ ഒരു റോഡ് വഴിയാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്. നല്ലൊരു വ്യൂ. ഇന്നാണെങ്കിൽ തീരെ വെയിലും ഇല്ല. അപ്പോൾ അങ്ങ് ദൂരെയായിട്ട് അവിടെയൊക്കെ നല്ല വലിയ ബിൽഡിങ്ങുകൾ കാണാം. തിരുവനന്തപുരം സെൻട്രൽ ആ സൈഡിലൊക്കെയുള്ള കഴക്കൂട്ടം ബൈപ്പാസ് ഏരിയയിലൊക്കെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ആണെന്ന് തോന്നുന്നു ആ സംഭവങ്ങൾ. നല്ല രസമുണ്ട്. എന്തായാലും നമ്മളിത് ആ ഒരു റോഡ് വഴിയാണ് വളഞ്ഞു കയറി വന്നത്. റോഡ് ആക്സസും സംഭവങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ആക്സസസ് ആണ്. നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു വ്യൂ പോയിൻറ്റ്. കുറച്ചധികം സമയം വന്ന് സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസും കാര്യങ്ങളും നല്ല കുറച്ച് മെമ്മറീസൊക്കെ ആയിട്ട് തിരിച്ചു പോകാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് എന്തായാലും. ഇപ്പോൾ നമ്മൾ പാറയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ബാംബു ബ്രിഡ്ജ്. സെറ്റപ്പ് ബാംബു ബ്രിഡ്ജാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ അവർ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു താഴത്തെ പാറയിൽ നിന്നും ഏറ്റവും ടോപ്പിലേക്ക് നിന്നും. അടിപൊളി. നല്ലൊരു കൺസെപ്റ്റ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പാറകളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പാറയുടെ മുകളിലേക്ക് എത്താനായിട്ട് ഇങ്ങനെ ഒരു ആക്സസ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതേ കണ്ടില്ലേ, അതിൻ്റെ ഒരു മുകൾ ഭാഗവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പുല്ലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ എന്താ പറയുക, ഈ ഒരു ടൂറിസത്തിന് വേണ്ടിയിട്ട് പുരാവസ്തു വകുപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടൂറിസം ആയിക്കോട്ടെ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നേ നമുക്ക് പറയാനുള്ളൂ. അടിപൊളി. വയസ്സ മടവൂർ പാറയൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ചു കഴിഞ്ഞ് വണ്ടിയിൽ വന്ന് കയറി. അപ്പം മടവൂർ പാറയും പാറയിലുള്ള ആ ഒരു ഗുഹാക്ഷേത്രവും അതോടൊപ്പം ഈ ഒരു ചിൽഡ്രൻസ് പാർക്കിന്റെയും ഒക്കെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്, കുറ്റങ്ങളൊന്നും പറയാനില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്കൊക്കെ ടൗണിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പെട്ടെന്ന് വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു ലൊക്കേഷനാണ് ഈ ഒരു മടവൂർ പാറയും അതിന് ചുറ്റുമുള്ള ഈ ഒരു ടെമ്പിളും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷൻ മാപ്പിലെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. വരാവുന്നതാണ് ഇവിടേക്ക്. കോവിഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കറന്റ് ഓപ്പൺ ആണ് എല്ലാം. ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇപ്പം കറന്റ് ഇല്ല. മേ ബി ഒരു ഒരാഴ്ചക്കുള്ളിലോ 2 ആഴ്ചക്കുള്ളിലോ ഓഫീസും ബാക്കി കാര്യങ്ങളൊക്കെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഭാഗമായി ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ മടവൂർ പാറയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. മറ്റൊരു അടിപൊളി വിശേഷവുമായിട്ട് വീണ്ടും കാണുവരെ. ബൈ ഫ്രം ട്രിയോ ട്രാവലർ.